എണ്ണവിളക്ക് കത്തിക്കുന്ന കാലത്ത് അന്നത്തെ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും ഓതിയിരുന്ന ഖുർആനിന്റെ ഖത്മിന്റെ എണ്ണത്തിന്റെ പകുതിയുടെ പകുതി ഇന്നോതൊന്നുമില്ല. ഒരു വർഷത്തെ കണക്കാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം. അന്നൊക്കെ റമദാൻ മാസത്തിലെ ചെറുപ്പത്തിൽ റമദാൻ മാസത്തിൽ ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ വികസിക്കുന്നതിന് മുമ്പ് 8ഉം 9ഉം 10ഉം ഖത്മുകൾ ഓതിരുന്ന ആൾക്കാരുണ്ടായിരുന്നു നാട്ടിൽ. ഇന്ന് ഒന്ന് ഓതിയെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാം. റമദാൻ 30 ആകുമ്പോഴേക്ക് അതാണ് അവസ്ഥ. സൗകര്യങ്ങൾ ഇഷ്ടം പോലെ അല്ലാഹു തആല തന്നപ്പോ നമ്മൾ മറന്നു. അമലിന്റെ പട്ടികല്ല. ഒന്ന് കൃത്യമായി പറയൂ സഹോദരങ്ങളെ, ഇല്ല, അമലിന്റെ പട്ടിക വളരെ കുറവാണ്. ഏതും നിങ്ങൾ നോക്ക്, പ്രതീക്ഷിക്കാൻ പറ്റുന്ന അമലുകളൊക്കെ നോക്ക് നിങ്ങൾ, കുറവാണ്, അതിന്റെ പട്ടിക കുറവാണ്. പഴയ കാലത്ത് ജീവിച്ച ആളുകളിൽ ഓരോ ദിവസവും 1000 തഹ്ലീൽ ചൊല്ലിയ ആൾക്കാരുണ്ടായിരുന്നു. ഓരോ ദിവസവും. നമ്മളെപ്പോലെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ ഞാൻ പറയണത്. കൂലിപ്പണി എടുക്കാന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ കൂലിപ്പണിക്ക് 5 മണി ആകണ്ടേ, അല്ലെങ്കിൽ 6 മണി ആകണ്ടേ, അല്ലാതെ കയറി പോരാൻ പറ്റൂലല്ലോ. ഇന്നല്ലേ 2 മണിയും 12 മണിക്കൊക്കെ ആൾക്കാർ നിർത്തിപ്പോരുന്നത്. മുമ്പ് അങ്ങനല്ല. മുമ്പ് 5 മണിക്ക് ഒരു പോകാൻ ചായ കൊണ്ടുവരും, ഒരു കട്ടൻ ചായയും ചെറിയ എന്തെങ്കിലും കടയും. അത് പോകാനായി എന്നുള്ളതിന്റെ ലക്ഷണമാണ്. അത് കുടിച്ചിട്ടാണ് പണിസ്ഥലത്ത് നിന്ന് ആള് കയറി പോകുന്നത്, അല്ലേ? ആ ആളുകള് അന്നത്തെ കാലത്ത് അത്രയും വിഷമത്തോടെ ജീവിച്ചിട്ടും ഒരു ദിവസം 1000 തഹ്ലീൽ ചെല്ലെങ്കിൽ മരിച്ചോടത്ത് 1000 ചെല്ലാൻ കിട്ടും. നമ്മളെ ബാക്കിയുള്ള പോട്ടെ, കറക്റ്റായി ചെല്ലാൻ കിട്ടും. ആള് എണ്ണം കൂടിയാ നമ്മളൊക്കെ പറയില്ല, എന്തിനാ അത്ര തോന ചെല്ലുന്നത്, ഇത്രയും തോന ആളില്ല, ഒരു 100 എണ്ണൊക്കെ ചെല്ലി നിർത്തിയാ പോരെ. മരിച്ച ഒരാളെ കബറിലേക്കാണ് ഒരു 1000 എണ്ണ ഹദിയാക്കണത്. അതുവരെ നമുക്ക് മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. എന്നിട്ടല്ല സ്വന്തത്തിന്റെ അക്കൗണ്ടിലേക്ക് അവര് ഒരു ദിവസം 1000 ചൊല്ലി എന്ന് പറഞ്ഞാൽ 10 ദിവസമാകുമ്പോ 10,000 ആണ്. ഒരു മാസമാകുമ്പോ 30,000 ഒരു വർഷമാകും 3,65,000. തഹ്ലീലിന്റെ കണക്ക് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു വർഷത്തെ തഹ്ലീൽ നമ്മളിപ്പോ ആകെ കൂടി ചെല്ലിയിട്ടേ നിസ്കാരത്തിന്റെ ശേഷമുള്ള 10ഉം ഹദ്ദാദിൽ 50ഉം മരിച്ചോടത്തുള്ള 100ഒക്കെ കൂടി ചെല്ലിയിട്ട് നമ്മളെ ഖബറിലേക്കുള്ള 70,000 ആയിട്ടുണ്ടാവൂല, ഉണ്ടാകൂല. കൂട്ടി നോക്കി നിങ്ങള്. അള്ളാഹുടുത്ത ദർജയേറ്റി കൊടുക്കട്ടെ. വായിക്ക്, ചരിത്രം എടുത്ത് വായിക്ക്. പച്ച മലയാളത്തിൽ എഴുതിയിട്ടുള്ളവർ ചരിത്രം. വൈകുന്നേരമാകും വരെ ദർശനം നടത്തുന്ന ആ മഹാപണ്ഡിതൻ അവര് പറയും, ഞങ്ങളൊന്ന് ദുനിയാവിലേക്ക് മടക്കി തരുമോ. എങ്ങനെയാണോ വിലാപം? യാ ലൈതനാ നുറദ്ദു വലാ നുകദ്ദിബ ബിആയാതി റബ്ബിനാ വനകൂന മിനൽ മൂഖിനീൻ. ദുനിയാവിലേക്കൊന്ന് മടക്കിത്തരുമോ, ഒന്ന് മടക്കിത്തരുമോ? ഒരൊറ്റ ചാൻസ് മതി, ഒറ്റ ചാൻസ് മതി. ഞങ്ങൾ വിശ്വസിച്ച് ഇഷ്ടം പോലെ സുഹൃതങ്ങൾ ചെയ്ത് പരലോകത്തേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി കൊണ്ടുവരാം. ഒരൊറ്റ ചാൻസ് തരുമോ അല്ലാ? ഫലൗ അന്ന ലനാ കറ ഫനകൂന മിനൽ മുഅ്മിനീൻ. അവരെ വിലാപത്തിന്റെ മറ്റൊരു ഭാഷയാണ് ഫലൗ അന്ന ലനാ കറ. ഒറ്റ ചാൻസ് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ മുഅ്മിനീങ്ങളിൽ പെട്ടുവരാം, ഞങ്ങൾ ഈമാൻ സ്വീകരിച്ചു വരാം. ഒറ്റ ചാൻസ് തരുമോ? രണ്ടാമത്തെ ചോദിക്കുന്നില്ല. അവർക്ക് ഈമാനാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈമാൻ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഈമാനിന് വേണ്ടിയിട്ടുള്ള വിലാപാണ്. ഈമാൻ പേച്ചുപോയ ആൾക്കാരൊക്കെ ഈമാൻ കിട്ടാൻ വേണ്ടിയിട്ട് ദുനിയാവിലേക്ക് മടക്കിത്തരാൻ ഞങ്ങൾ ആകെ പെട്ടല്ലോ, ആകെ കുടുങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വിലാപമുണ്ടാകുക. തീരെ മുഅ്മിനീങ്ങളൊക്കെ പരിഹസിച്ച് നടന്നിരുന്ന സത്യനിഷേധികൾ, മുസ്ലിങ്ങളല്ലാത്ത സത്യനിഷേധികളായ ആൾക്കാർ മുസ്ലിങ്ങളെ കൂട്ടത്തിലുമുണ്ട്. ഏറ്റവും അടിച്ചേറി ഞങ്ങൾ വിലയിരുത്തുന്നത് അവരെന്താ കാണാത്തത്? അവരെ ഞങ്ങളെ കൂടെ നരകത്തിൽ കാണുന്നില്ലല്ലോ.
അവരെവിടെ പോയി? ഞങ്ങൾ കുന്നാ നഉദ്ദുഹും മിനൽ അശ്റാർ, ഞങ്ങൾ അവരെ കണക്കാക്കിയിരുന്നത് അവരൊന്നിനും കൊള്ളാത്തവരാണ് എന്നാ. എവിടെ പോയി അവര്? മലക്കുകൾ പറയും അവര് തികഞ്ഞ ഈമാനും അമലും കൊണ്ട് സ്വർഗലോകത്തേക്ക് പോയിട്ടുണ്ട്. നിങ്ങളവരെ പരിഹസിച്ച ആൾക്കാരല്ലേ, കളിയാക്കിയ ആൾക്കാരല്ലേ? നിങ്ങൾക്ക് കിടക്കാനുള്ളത് ഈ കാണുന്ന ഭയാനകമായ നരകമാണ്. അമലിന്റെ കുറവ് കൊണ്ടിട്ട് നമ്മൾ പെരുമ്പറ പറയരുത്. ആരും ഒരു അമലും തരൂല. തരുമോ? ഒരൊറ്റ കുട്ടിയും തരൂല. വാങ്ങാനുള്ള ആൾക്കാരെ കൈ നീട്ടിയിട്ട് കിട്ടാവുന്ന അത്ര പിടിച്ചു പറിച്ച് വാങ്ങുന്ന രംഗാണ്. പരലോകത്തെത്തുമ്പോ പറ്റ തൊലയരുത് കേട്ടോ, തൊലഞ്ഞവനാകരുത്. സ്വഹാബത്തിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതദറൂന മനിൽ മുഫ്ലിസ്, തുലഞ്ഞവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ആഖിറത്തിലെത്തുമ്പോ ആ ദുർഗതി വരരുത്, നമുക്ക് വരരുത് സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും വരരുത്. സ്വഹാബത്ത് അവർക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു, അൽ മുഫ്ലിസു, നാളിൽ അവൻ വരും ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ വസദഖ, അവന്റെ മേൽവിലാസത്തിൽ അവന്റെ അക്കൗണ്ടിൽ നിസ്കാരമുണ്ട്, സകാത്തുണ്ട്, നോമ്പുണ്ട്, സുഹൃതങ്ങളായി പലതും ഉണ്ട്. പക്ഷേ വലാകിൻ ശതമ ഹാദാ വഖദഫ ഹാദാ വസഫക ദമ ഹാദാ, അവൻ ഒരുപാട് വൈകല്യങ്ങളുണ്ട്. ഇവനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, മറ്റവനെ ആക്ഷേപിച്ചിട്ടുണ്ട്, അവനെ വ്യഭിചാരാരോപണം നടത്തിയിട്ടുണ്ട്, മറ്റുള്ളവരെ കുറവ് എപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയാകുമ്പോ ആ കുറവുകളെ പറ്റിയുള്ള ചർച്ച വരുമ്പോ അതാ വാങ്ങാനുള്ള ആൾക്കാർ വരുന്നു. ഇവനെ ചീത്ത പറഞ്ഞതല്ലേ, കണക്കനുസരിച്ച് അവന്റെ കിതാബിൽ നിന്ന് അമലുകൾ ഇങ്ങോട്ട് കൊടുക്കുന്നു. അടിച്ച നിരപരാധികളായ ആളുകളെ അടിച്ചു, അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. വെറുതെ ആരോപണം പറഞ്ഞ ആളുകൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നു. കൊടുക്കാനുള്ളത് പലർക്കും കൊടുത്തു നോക്കുമ്പോ ഇവന്റെ കയ്യിൽ ഒരൊറ്റ അമലും ബാക്കിയില്ല. സ്വർഗത്തിൽ പോകാൻ ഒരു അമല് പോലും ഇല്ല. അവന് കിട്ടാനുള്ള അവകാശികൾ ഇനിയും കാത്തിരിക്കുന്നുണ്ട്. അവരുടെ ദുഷ്കർമ്മങ്ങൾ കൂടി ഇവന്റെ പരിടിയിലേക്ക് വലിച്ചിട്ടിട്ട് ഫയുഖ്ദഫു ഫിന്നാർ, നരകത്തിലേക്ക് അവനെ പിടിച്ചിറൊറ്റ ഏറങ്ങ് എറിയപ്പെടും. അവനാണ് തുലഞ്ഞവൻ. ആകെ കിട്ടുന്ന 40 കൊല്ലത്തിൽ പിച്ചും പേയും ഗീബത്തും നമീമത്തും ഒക്കെ പറഞ്ഞിട്ട് എന്തു സുഖം കിട്ടാനാ സഹോദരങ്ങളെ. ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു ഒരു നാട്ടിലെത്തിയപ്പോ ആ നാട്ടിലുള്ള ഒരു കാര്യപ്പെട്ട ഒരു ആലിം വന്നപ്പോ ആലിമിനോട് പറഞ്ഞു, എനിക്കിവിടെ നാട്ടില് നല്ല ഒരു അയൽവാസികളെ കിട്ടുമോ? നല്ല അയൽവാസികളെ താമസിക്കാൻ പറ്റിയ. എങ്ങനത്തെ അയൽവാസികളാ വേണ്ടത്? ലാ യഗ്താബൂന, അവര് ഗീബത്ത് പറയാൻ പാടില്ല, അവര് ഫിത്ന ഉണ്ടാക്കാൻ പാടില്ല, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പാടില്ല, പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാൻ പാടില്ല. നല്ല അയൽവാസികളെ കിട്ടണം. അങ്ങനത്തെ ഒരു സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി താമസിപ്പിക്കുമെന്ന് ചോദിച്ചു. ഔസാഇ ഇമാം വലിയൊരു പണ്ഡിതനാ. ഇമാം ഔസാഇ റളിയല്ലാഹുവിന്റെ കൈ പിടിച്ച് മറ്റയാൾ പോയി വരീന്ന് പറഞ്ഞു. നല്ല ഒരു സ്ഥലമുണ്ട്, ഗീബത്ത് പറയാത്ത ആൾക്കാര്, നമീമത്ത് പറയാത്ത ആൾക്കാര്, ഒരു കുറ്റവും കുറവും കണ്ടെത്താത്ത ആൾക്കാരുണ്ട്. അവരുടെ അയൽവക്കത്ത് നിങ്ങൾക്ക് താമസിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി നിർത്തിയത് എവിടെയെന്നറിയോ? പള്ളിക്കാട്ടിൽ മഖ്ബറയിൽ. ഇവിടെ നിന്നോളിയറും. ഇവിടെ കുറെ അന്തേവാസികളുണ്ട്. അവര് ഗീബത്ത് പറയൂല, നമീമത്ത് പറയൂല, ചീത്ത പറയൂല, ആരെയും ശപിക്കൂല. ഇവിടെ താമസിച്ചോളൂ. ഇങ്ങനെ ഒരു അയൽവാസികളെ വേണമെങ്കിൽ അത് ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെ ഇല്ല. ഫിത്തിനിയും ഫസാദും ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരിച്ചോയിട്ട് പിന്നെ എന്താ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്? എന്താ ഉള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ? പഴയ കാലത്ത് മഹാന്മാരൊക്കെ അവരെ കയ്യില് കാശ്, സുഖല്ല വാക്കല്ല, പക്ഷെ നമുക്കത് ചായയിലേക്ക് കടി കൂട്ടും പോലെയാണ്. നല്ല ഹരാണ്. ഒരാളങ്ങ് തുടങ്ങി കിട്ടിയാൽ മതി. അത് ഡേഞ്ചറാണ്. ആലിമീങ്ങളാകുമ്പോ കുറച്ചുകൂടി ഡേഞ്ചറാണ്. നല്ലോണം ശ്രദ്ധിക്കണം. ഒരൊറ്റ ആലിമിനെയും കുറ്റം പറയാൻ പാടില്ല, ഇകഴ്ത്താൻ പാടില്ല. ഇവിടെ വന്ന ആളും കണക്കാണ്. ഞാനിപ്പോ നിങ്ങളെ നാട്ടിൽ ആദ്യമായിട്ട് വരികയാണ്. നിങ്ങൾ എന്നെ പറ്റുന്ന അഭിപ്രായങ്ങളൊക്കെ നാളെയും മറ്റന്നാളൊക്കെ നല്ലോണം പറഞ്ഞാ എനിക്ക് നല്ല സുഖമാണ്. അക്കൗണ്ടിൽ കുറെ കിട്ടും നിങ്ങളെ നാട്ടിലിരുന്ന്.
ഞാൻ പണ്ടവിടെ വന്നീന്റെ ഓഹരിയായിട്ട് എല്ലാരും കൂടി തന്നാണ്, എനിക്ക് വാങ്ങാലോ നിങ്ങളൊക്കെ. ഇന്നലെ വന്ന ആളെ പറ്റി പറഞ്ഞു കഴിഞ്ഞോ? അയാൾ അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ വരാത്ത ആളെ പറ്റിയും പറഞ്ഞോ? അയാൾ അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇനി നാളെ വരുന്ന ആളെ പറ്റി ഇന്ന് തന്നെ മുൻകൂട്ടി പറയുന്നുണ്ടോ? അയാൾ അക്കൗണ്ട് അറിയും. അല്ല, പള്ളിയിലെ ഉസ്താദിന്റെ ആണോ പറഞ്ഞു? പള്ളിയിലെ ഉസ്താദിന്റെ അക്കൗണ്ട് അങ്ങനെ അറിയും. നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നമ്മൾ നിസ്കാരം കൊടുക്കുന്നുണ്ട്, സ്വതക്യം കൊടുക്കുന്നുണ്ട്, ഒക്കെ കൊടുക്കുന്നുണ്ട്. ആഖിറത്തിലെത്തുമ്പോ നമ്മൾ 0. അതല്ലേ അവസ്ഥ.